അതാണ് ഇടുക്കിയിലെ കുട്ടനാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടുക്കിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് പലർക്കും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം, പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാണ് ഇടുക്കിയിലെ കുട്ടനാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇടുക്കിയിൽ മനോഹരമായ നെൽപ്പാടങ്ങളോട് കൂടി ഒരു അടിപൊളി സ്ഥലമാണ് മുട്ടുകാട് പാടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുട്ടനാട് പോലെ തന്നെ ആയിരിക്കും, പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. മലനിരകളുടെ താഴെ അതിവിശാലമായ അതിസുന്ദരമായൊരു കുഞ്ഞ് ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ഇതിൽ അടുത്തൊരു കിടിലൊരു ഷാപ്പും ഉണ്ട് കേട്ടോ, ഈ വയലിൻ്റെ തീരത്ത്. അപ്പം ഷാപ്പിൽ പോയി അത്യാവശ്യം നല്ലൊരു ഫുഡും കഴിച്ച് നമ്മൾ തിരിച്ചു വരുന്നതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി, വെൽക്കം ടു LT ഡ്രീംസ്. ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്ത് ചുക്രമുടി മലനിരകളുടെ താഴ്വാരത്ത് ഒരു 300 ഏക്കറോളം നെൽപ്പാടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ഗ്രാമം തന്നെയാണ് മുട്ടുകാട്. കുട്ടനാട്ടിലെ കാഴ്ച പോലെ തന്നെ നമ്മുടെ ഈ വയലിൻ്റെ തീരത്ത് ഒരു ചെറിയ ഷാപ്പ് കൂടിയുണ്ട് കേട്ടോ. ഷാപ്പിന് വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഷാപ്പിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലനാണ്, ആംബിയൻസ് ഒരു രക്ഷയില്ല. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ള ഐറ്റംസൊക്കെ അടിപൊളിയാണ്. അപ്പം അവധി ദിവസങ്ങളിലാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതാണ് ഇടുക്കിയിലെ കുട്ടനാട്, അതായത് മുട്ടുകാട് നമ്മൾ എത്തിയാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ തൊട്ടടുത്ത് വയലിൻ്റെ തീരത്തൊരു കിടിലൻ ഷാപ്പ് കേട്ടോ. നല്ല പന്നിറച്ചിയും കപ്പയൊക്കെ കിട്ടുന്ന കിടിലൊരു കട. ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡോ ഇവിടുത്തെ ഷാപ്പിന് സൗന്ദര്യമൊന്നുമില്ല, അവിടെ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, കിടുക്കൻ. ഇടുക്കിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് പലർക്കും അറിയത്തില്ല കേട്ടോ. ഇടുക്കി കാണാൻ വരുന്നവർ തേയിലത്തോട്ടമൊന്നുമല്ല, ഇവിടെയുണ്ട് നെൽപ്പാടം. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്, അല്ലാതെ ഈ റീസെൻ്റായിട്ട് തുടങ്ങിയില്ല, വർഷങ്ങളായിട്ട് തന്നെ നെൽപ്പാടമുള്ള ഒരു സ്ഥലം കേട്ടോ നമ്മുടെ മുട്ടുകാട്. കപ്പയും ബീഫും മീനും ഒക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഷാപ്പിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ നെൽപ്പാടത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ണെത്താ ദൂരത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിമനോഹരമായൊരു നെൽപ്പാടമാണ് കേട്ടോ. ശരിക്കും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അത്രയും മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ചുറ്റും മലനിരകളായിട്ടുള്ളൊരു നെൽപ്പാടം. അത് പിന്നെ ഹൈ റേഞ്ചിൽ ഇന്ന് നിലവിൽ ഇത്രയും വലിയൊരു നെൽപ്പാടമുള്ള ഒരേ ഒരു സ്ഥലം ഈ മുട്ടുകാട് മാത്രമാണ് കേട്ടോ. മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുട്ടുകാട് ഗ്രാമത്തിലെ ഈ മനോഹരമായ നെൽപ്പാടത്തിൻ്റെ ഒരു ആകാശ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അവിടുന്ന് വെറും 12 കിലോമീറ്റർ താഴേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ഈ മനോഹരമായ ഗ്രാമത്തിൽ എത്തിച്ചേരാം. മെയിൻ റോഡിൽ നിന്നുണ്ടല്ലോ ഈ കനാലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു വരണം കേട്ടോ. അങ്ങെത്തുമ്പോൾ അങ്ങ് മൂലയ്ക്കാണ്, ഏറ്റവും ലാസ്റ്റിലാണ് കേട്ടോ ഷാപ്പ്. മഞ്ഞ് പെയ്യുന്ന നെൽപ്പാടം, അതായത് മൂന്നാറിൻ്റെ തണുപ്പും കാണാം, അതുപോലെ തന്നെ നെൽപ്പാടവും കാണാം, നാടൻ ഫുഡ് മേടിക്കാം, എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും. ഒരു സൂപ്പർ മാർക്കറ്റ്. ഒരു ദിവസത്തേക്കൊക്കെ മൂന്നാർ വരുന്നവർ വരേണ്ട കാഴ്ചയൊന്നുമല്ല. നിങ്ങളൊരു 3-4 ദിവസം, ഒരു 3 ദിവസമൊക്കെ മൂന്നാർ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. അതുണ്ടല്ലേ കണ്ണെത്താ ദൂരത്ത് വിശാലമായിട്ടുള്ള നെൽപ്പാടവും അതിൻ്റെ മേളിൽ തന്നെ മലനിരകളും മഞ്ഞും. പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമുക്കിഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ തൻ്റെ മെയിൻ റോഡിലെത്തി കേട്ടോ. ഈ റോഡിൻ്റെ 2 സൈഡിലും നെൽപ്പാടമാണ്. അപ്പം ഈ റോഡ് നമുക്ക് ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന റോഡ് തന്നെയാണ് കേട്ടോ. ഒരു മാസം മുമ്പുണ്ടല്ലോ ഇവിടെ ഫുള്ള് സൂര്യകാന്തിപ്പൂ അങ്ങ് വെച്ച് പിടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഇവിടെ ഈ റോഡിലെല്ലാം മൊത്തം ആൾക്കാരായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അതിൻ്റെ സൗന്ദര്യം. ഈ പാടം നിറച്ച് സൂര്യകാന്തിപ്പൂ. എൻ്റെ അമ്മോ. ഷാപ്പിലേക്ക് മാത്രമായി വരുന്നവർക്ക് പാടം എത്തുന്നതിന് മുമ്പ് ഇടത്ത് സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അതുവഴി സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപാട് നടക്കാതെ തന്നെ ഷാപ്പിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നാ പറയുക, ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ പ്രാവശ്യത്തെ നിങ്ങളുടെ മൂന്നാർ യാത്രയിൽ വേണ്ടേ ഈ മനോഹരമായ സ്ഥലം കൂടെ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ പുത്തൻ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.